Hello friends, welcome to the channel. We will unboxing the best 5G smartphone. Motorola G62 smartphone. Almost 6GB, 128GB variant 115,250 range available. SIB debit card, SIB credit cards offers 10% extra discount. Now, this phone has 120Hz IPS LCD display. We have Snapdragon 695 5G processor. We have 5G bands. Bands weight almost 185. We have front Gorilla Glass, back plastic, frame plastic. 50 MP camera system, 8 megapixel, 2 megapixel. Almost price value for money product. To പറയാൻ പറ്റും അപ്പോൾ ഇതിന്റെ പാക്കേജ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത്രയുള്ള സാധനം ചെറിയ പാക്കേജ് ആണ് പക്ഷേ നമുക്ക് ഇതിൽ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഫാസ്റ്റ് ചാർജിങ് എല്ലാവരും തന്നിട്ടുണ്ട് 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ നമുക്ക് ഇതിൽ തന്നിട്ടുള്ളൂ നോർമലി 33 വാട്ടിന്റെ ഒക്കെ നമുക്ക് മോട്ടോറോള കിട്ടാറുണ്ട് അപ്പോൾ ഇതിൽ അവർ അത് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് അതിനൊരു ഗുണമല്ല അതൊരു നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ പറയാ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഓൾറെഡി ഇൻബിൽഡ് ഒരു കൊടുത്തിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് ഇത് നമുക്ക് ആക്ച്വലി ദിസ് പ്രോഡക്റ്റ് ഈസ് മെന്റ് ഫോർ സെയിൽ ഇൻ ഇന്ത്യ ഓൺലി പ്രോഡക്റ്റ് വിൽ ബി ആക്ടിവേറ്റഡ് യൂസിങ് ഇന്ത്യൻ സിം കാർഡ് അപ്പോൾ ഇന്ത്യൻ സിം കാർഡ് വേണം നമുക്ക് ഇത് ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യാൻ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് പോകാം അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയി നമ്മൾ ആമസോണിൽ തുടങ്ങി ചെക്ക് ചെയ്താക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട നമ്മൾ എല്ലാ കമന്റ് അപ്പോൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോറോളയുടെ മോട്ടോ G62 ബോക്സ് വരുന്നത് 5G ഫോണാണ് ഞാൻ ഓൾമോസ്റ്റ് പറഞ്ഞു പിന്നെ നമ്മൾ കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ അവരുടെ 5G സർവീസ് അവൈലബിൾ വിത്ത് 5G പ്ലാൻ സംഭവം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഇൻക്രെഡിബിളി ഫ്ലൂയിഡ് 120Hz ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ്ഫിയർ സപ്പോർട്ട് ഉണ്ട് 500 മെഗാപിക്സലിൻ്റെ ക്യാമറ സിസ്റ്റമാണ് വരുന്നത് അത്ര ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് ആയിട്ട് EMI ഡീറ്റെയിൽസ് ഒക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്രൈസ് കൊടുത്തേക്കുന്നത് 21,999 ആണ് നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത് 15 ആണ് 15,500 നമുക്ക് ഓപ്പൺ ചെയ്യാം വരാത്ത ചെറിയൊരു ബോക്സ് ആണ് കണ്ട ചാർജർ ഉണ്ടാവില്ലെന്ന് തോന്നുന്നത് നമുക്കിത് ചാർജർ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ നമുക്ക് ഫോൺ മാറ്റിക്കാൻ ഓൾറെഡി ഇൻബിൽഡ് കേസ് ആയിട്ടാണ് വരുന്നത് ഞാൻ എന്തായാലും ഈ കേസ് റെക്കമെൻഡ് ചെയ്യില്ല നല്ലൊരു കേസ് വാങ്ങിച്ചിട്ടായിരിക്കും നല്ലത് കേട്ടോ നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് നോക്കി നോക്കാം മോട്ടോറോയുടെ ഒരു ബ്രാൻഡഡ് കേസ് ഒരു ഇത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ എന്താ ഒരു നമുക്ക് സിം ഇജക്ടർ ടൂള് ഇവിടെ നമുക്ക് ഒരു യൂസർ ഗൈഡ് ലീഗൽ ആൻഡ് സേഫ്റ്റി റെഗുലേറ്ററി സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് മാറ്റിപ്പിക്കാം പിന്നെ നമുക്ക് ഒരു കേബിൾ വരുന്നുണ്ട് ടൈപ്പ് സി ടു ടൈപ്പ് സി ആണോ അല്ല ടൈപ്പ് എ ടു ടൈപ്പ് സി ആണ് വരുന്നത് പിന്നെ നമുക്കൊരു 20 വാട്ടിൻ്റെ ഒരു ചാർജറും വരുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് നമുക്ക് ബോക്സിൽ വരുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ മെയിൻ ഫോണിലേക്ക് കിടക്കാം ഫോൺ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ 182 വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ഗ്രാം വെയിറ്റ് വരുന്നുണ്ട് ഡിസ്പ്ലേ ഓൾറെഡി അല്ല നമുക്ക് എന്തായാലും കേസ് എടുത്ത് നോക്കാം ഈ കേസ് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല ഇത് വലിയ പ്രൊട്ടക്ഷൻ നമുക്ക് തരില്ല ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട് അത് പിടിക്കുമ്പോൾ ശരിക്കും ഗ്ലാസ് ഫീൽ പോലെ തോന്നുന്നുണ്ട് പക്ഷേ ബാക്ക് ശരിക്കും പ്ലാസ്റ്റിക് ആണ് ഒരു എന്താ പറയുക ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു കോട്ടിങ് പോലെ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നില്ല കണ്ടോ അതുകൊണ്ട് ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ഓൺ ചെയ്യാം നമുക്കിതിൽ ഫിംഗർ പ്രിൻറ്റ് വരുന്നത് നമ്മുടെ പവർ ബട്ടൺ തന്നെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ബൂട്ട് ചെയ്യാം ഫസ്റ്റ് ബൂട്ടിംഗ് ആണ് നമ്മൾ ഇതിലോട്ട് ബൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ മോട്ടോറോള ലോഗോ വന്നു ഡിസ്പ്ലേ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ നല്ലൊരു കളർ ഫീൽ വരുന്നുണ്ട് ഓൾറെഡി അല്ല LCD തന്നെയാണ് പക്ഷേ ഹൈ ക്വാളിറ്റി LCD തന്നെയാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ബൂട്ടൊന്ന് നോക്കി നോക്കാം ഡിസ്പ്ലേ കൊള്ളാട്ടാ പ്രൊട്ടക്റ്റഡ് ബൈ തിങ്ഷീൽ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഹലോ മോട്ടോയുടെ ഒരു ഇത് വന്നു ഹലോ ഓപ്ഷൻ വന്നു നമുക്കിത് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ വരിക അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു കണക്ട് ചെയ്യാൻ മൊബൈൽ നെറ്റ്വർക്ക് നമുക്ക് സിം ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ നമ്മുടെ വൈഫൈയിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പോൾ നമ്മൾ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൈവസി ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു ആക്സെപ്റ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ലുക്കിംഗ് ഫോർ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗെറ്റിംഗ് യുവർ ഫോൺ റെഡി എന്ന് കൊടുത്തിട്ടുണ്ട് ദിസ് മേ ടേക്ക് എ ഫ്യൂ മിനിറ്റ്സ് എന്ന് വന്നിട്ടുണ്ട്
അപ്പോൾ നമ്മൾക്ക് എന്തായാലും അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെന്തായാലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും. നിങ്ങൾക്ക് അറിയായിരിക്കും അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ടൊക്കെ വരാൻ എന്തായാലും അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ അപ്ഡേറ്റ് തൽക്കാലം ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് നമുക്ക് ഒരു 2 year ഒക്കെ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രോമിസിംഗ് ആണ് ഇപ്പോൾ മോട്ടോറോളയുടെ. പക്ഷേ മോട്ടോറോളയുടെ സോഫ്റ്റ്വെയർ പുഷിങ് കുറച്ച് സ്ലോ ആണ്, അത് വേറെ കാര്യം കേട്ടോ. സംഭവം സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീൽ തന്നെയാണെങ്കിലും ഇതിൽ നമുക്ക് ഒരു പകുതി ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോഴും അത് ചെക്കിങ് സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ കുറച്ച് കഴിഞ്ഞിട്ട് കോപ്പി ഡാറ്റയുടെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോൺ കോപ്പി അടിക്കാം. നെക്സ്റ്റ് പേജായിട്ട് ചെക്കിങ് ഇൻഫോർമേഷൻ എന്നിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്രൊസസ്സർ വരുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ 695 പ്രൊസസ്സറാണ് കേട്ടോ. ഇതൊരു 5G പ്രൊസസ്സറാണ്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെയുള്ള എല്ലാ പ്രൊസസ്സറും നമുക്ക് അവൈലബിൾ അല്ല, നമുക്ക് എല്ലാ ബാൻഡ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ 5G ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് ഇതൊക്കെ സ്കിപ്പ് അടിക്കാം. ഗൂഗിൾ സർവീസസ് നമുക്ക് മോർ അടിച്ച് അക്സെപ്റ്റ് അടിക്കാം. അപ്പോൾ ഒരു പിന്ന് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അവർ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുന്നത് നമ്മുടെ ഇമെയിലിലേക്ക് കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ അതൊരു ചെയ്യാണ്ട് സമ്മതിക്കില്ല എന്നുണ്ട്. നമുക്ക് വേണ്ട, നമുക്ക് ഓഫ് ചെയ്യാം. നെക്സ്റ്റ് കൊടുത്തു. ചൂസ് യുവർ തീം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ബട്ടൺസ് ഉണ്ട്, ഡണ്ണ് കൊടുക്കുക. യുവർ ഓൾ സെറ്റ് സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു ഒരു ഫീലൊക്കെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ടോ, കറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. കണ്ടോ, ഇതാണ് നമുക്ക് മോട്ടോറോളയുടെ ഡിവൈസ് എടുക്കുമ്പോഴുള്ള ഗുണം. കറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡ്. ഇതിൽ ബഗ്സോ അല്ലെങ്കിൽ ഒരു ബഗ്സ് അല്ല, സോറി, എന്താ പറയുക, ബ്ലോട്ട് വരുന്ന സംഭവമേ കാണില്ല. ഒന്നുമില്ല കേട്ടോ ബ്ലോട്ട് വൈസ്. അത് കൊള്ളാം. ഒറ്റ ബ്ലോട്ട് വൈസ് ഇല്ല, കൊള്ളാം. ഫേസ്ബുക്ക് മാത്രമുണ്ട്, അത് മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാത്തിലും ഉണ്ട്. പിന്നെ നമുക്ക് കണ്ടു ഇവിടെയൊക്കെ കറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ നമുക്ക് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിനിഷ് സെറ്റിംഗ് അപ്പ് യുവർ മോട്ടോ G5 എന്ന് വെച്ചാൽ അവരൊരു ഒരു ബ്രാൻഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് കൊടുക്കാം. ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുക കോപ്പി അത് നമ്മുടെ അർത്ഥം കൊടുത്ത സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ബാക്കിലേക്ക് പോവാം. ഇതിൽ നമുക്ക് ക്യാമറ എടുത്ത് നോക്കാം. എന്തായാലും ക്യാമറ ടേക്ക് ഇട്ട് കൊടുക്കും വേണ്ട നമുക്ക്. ഓക്കെ, ക്യാമറ നമ്മൾ ഇപ്പം എന്താ എടുക്കുക, നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഫോട്ടോ ഒരെണ്ണം എടുത്ത് നോക്കാം. ഇത് നല്ല ഷട്ടർ സ്പീഡ് ഇട്ടുണ്ടോ, നല്ല ഷട്ടർ സ്പീഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എടുത്ത ഫോട്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം. അത് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വരുന്നുണ്ട്, അതിനൊരു സംശയമില്ല. നമുക്ക് ബാക്ക് നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കി നോക്കാം. ഫ്രണ്ടും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ബാക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് വീക്ക് എന്ന് വേണമെങ്കിൽ തോന്നും. പക്ഷേ നമ്മുടെ ഈ ഫ്രണ്ട് ക്യാമറ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഈ ക്യാമറയുടെ അവിടെ ഒരു റിങ് വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ ബാർ പോലെ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ലത് തന്നെയാണ്. ഞാൻ എന്തായാലും ക്യാമറ സാമ്പിൾസ് വേണമെങ്കിൽ ലാസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ ലാസ്റ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഡിവൈസ് ഒന്നല്ല, നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടായിരിക്കും. മോട്ടോൻ്റെ കുറേ അവരൊരു ആപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് മോട്ടോ നിങ്ങൾക്ക് കുറേ പേഴ്സണലൈസും ഗസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പവർ ടോർച്ച് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോർച്ച് എത്തുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേകിച്ച് വേറെ സംഭവങ്ങളെന്ന് വെച്ചാൽ ബിൽഡ് ക്വാളിറ്റി സംഭവങ്ങളൊക്കെ ടോപ്പ് നോച്ച് തന്നെയാണ്. നമുക്കിനി ഫിംഗർ പ്രിൻ്റാണ് നോക്കാനുള്ളത്. അത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ശരിക്കും സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ഫീലാണ് വരുന്നത്. നമുക്ക് പോലെ ഫിംഗർ പ്രിൻ്റ് ആക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് പിന്നെ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് പ്ലസ് പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ചുമ്മാ ഒരു പാറ്റേൺ കൊടുക്കാം. നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പോൾ സെറ്റപ്പ് എന്താ, ഇതാണ് നമ്മുടെ സൈഡ് മൗണ്ടർ ഫിംഗർ പ്രിൻ്റാണ് വരുന്നതിൽ. ശരിക്കും എമോൾഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കൊരു ഡിസ്പ്ലേ ഇൻ ഡിസ്പ്ലേ വെക്കാൻ പറ്റില്ല. ശരിക്കും ഐഫോണിൽ ഇതുപോലും ഇല്ല, അതാണ് വേറെ കാര്യം. 15,000 രൂപയുടെ ഫോണിൽ ഇതൊക്കെ ഉണ്ട്. ടച്ച് ആൻഡ് ലിഫ്റ്റ് അതൊന്നുകൂടി കൊടുക്കാൻ പറയുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം ഫാസ്റ്റ് തന്നെയാണ്, കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടുണ്ട്. ഏടാണ് എന്താണോ, ഞാൻ 2 കൊടുത്തു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിത് ലോക്ക് ചെയ്യാം.
അതാ ഫാസ്റ്റായിട്ട് അൺലോക്കായി കൊള്ളാം. അപ്പോൾ ഒന്നുകൂടി ഞാൻ വേറെ കൈ വെച്ച് നോക്കാം. അൺലോക്ക് ആവുന്നില്ല കണ്ടോ, നീ കഴിച്ചു. ഫാസ്റ്റ് അൺലോക്കിങ് വരുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ കറക്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്ന താല്പര്യം നിങ്ങൾക്ക് എന്തായാലും മോട്ടോറോള ഡിവൈസ് എടുക്കായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ താന്യം ഓഫ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒരു ബ്ലോട്ട് വൈസോ സംഭവമൊന്നുമില്ല. മോട്ടോയുടെ കുറച്ച് ആപ്സ് ഉണ്ടെന്നല്ലാണ്ട് ഇവിടെ ഒരു ഗെയിംസ് ഹബ് സംഭവം കാണുന്നുണ്ട്. അത് ബോറ് പരിപാടി പോയി. അത് നമ്മുടെ ഈ ഒപ്പോലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഒരു സംഭവം. പിന്നെ ഗൂഗിൾ ന്യൂസ് വേറെ സംഭവമൊന്നുമില്ല. മോട്ടോ ഹബ്ബൊക്കെ അവരുടെ തന്നെയാണ്. മോട്ടോ നോട്ടിഫിക്കേഷൻ, ഷോപ്പിങ്സ്, അതൊക്കെ അവരുടെ ഒരു ചെറിയൊരു ബ്ലോട്ട് വരുന്ന വേണമെങ്കിൽ പറയാം. യൂട്യൂബ് മ്യൂസിക് എന്നാലും കുറവാണ്. ഡോൾബി അറ്റ്മോസ് വരുന്നുണ്ട്. നമുക്ക് അതായത് ഒരു വീഡിയോ വെച്ച് നോക്കിയിട്ട് നമുക്ക് സൗണ്ടും കാലിലൊക്കെ നോക്കി നോക്കാം. നമ്മളെന്തായാലും ക്യാമറ നോക്കിയല്ലോ. നമ്മൾ സൈൻ ചെയ്തിട്ടില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ തന്നെ ഒരെണ്ണം പ്ലേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മളിട്ട ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ കിവി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച്. അപ്പോൾ കിവി ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ആക്സിസ് ബാങ്കും ടൈപ്പ് ചെയ്തിട്ട് പുതിയ ഇറക്കിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മുടെ. ഇപ്പോൾ അതിൻ്റെ ബുക്കിംഗ് അതുപോലെ നടക്കണമെന്നുള്ളൂ. അതായത് UPI ക്രെഡിറ്റ് കാർഡാണ്, ഫ്രീ ആണ്, ലൈഫ് ടൈം ഫ്രീ ആണ്. താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ടിട്ട് നമ്മൾ അതിന് ലിങ്ക് വില കൊടുത്തിട്ടുണ്ട്, പോയി ബുക്ക് ചെയ്യാട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും സൗണ്ട് നോക്കി വെക്കാം, സൗണ്ട് ഫുള്ളാക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയൊരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് കിവി എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച്. അത് വിർച്വൽ ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ ക്രെഡിറ്റ് UPI ഫീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ UPI ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സംഭവം. അതിനെ സ്റ്റീരിയോ അല്ല കേട്ടോ, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തായാലും ഇതൊന്ന് പോസ് ചെയ്യാണ്. ഇത് സ്റ്റീരിയോ അല്ല, നമുക്ക് ബാക്ക് അടിയിൽ നിന്ന് മാത്രമേ സ്പീക്കർ വരുന്നുള്ളൂ. നമുക്ക് സ്പീക്കർ ഔട്ട് കൂടെ കാണുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടൈപ്പ് സി പോർട്ട്, നോയ്സ് ക്യാൻസലേഷൻ. അതിൽ നമുക്ക് 3.5 ജാക്ക് കിട്ടുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. സൈഡിലായിട്ട് നമുക്ക് ഒരു വോളിയം ബട്ടണും അതുപോലെ തന്നെ പവർ ബട്ടണും ഉണ്ട്. മുകളിൽ ഒരു എക്സ്ട്രാ ഒരു വെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടെ സൗണ്ടൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. എന്താ ലാഗായി. ഇവിടെ നമുക്ക് ശരിക്കും ഒരു സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു സ്പീക്കറിൻ്റെ വെന്റ് പോലെ തന്നെ ഉണ്ട്. താഴത്തെ പോലെ തന്നെ സെയിം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ലാഗായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് അല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. മുകളിൽ കൂടെയും സ്പീക്കർ തന്നെയാണ്. ഇതും നമുക്ക് സ്പീക്കർ തന്നെയാണ്. തെറ്റി പറഞ്ഞാണ്. സീരിയസ് സ്പീക്കർ തന്നെയാണ്. ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല വോളിയം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റ സ്പീക്കറിന് ഇത്രയും വേലും വോളിയം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ നോക്കിയത് മുകളിൽ. പക്ഷേ മുകളിൽ നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. സ്പീക്കർ ക്വാളിറ്റി 2 വരുന്നുണ്ട്. നോർമലി നമ്മുടെ ഈ സ്പീക്കറിന് വരും. ഇത് നമുക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഹൈബ്രിഡ് സ്ലോട്ട് നമുക്കൊരു സിം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ബാക്കിലായിട്ട് നമ്മുടെ ക്യാമറ മോഡ്യൂൾസ്, മോട്ടോറോള ലോഗിങ്, മോട്ടോറോള ലോഗോ, അത്രയ്ക്ക് തന്നെ ഉള്ളൂ നമുക്ക് ഓവറോൾ അത് പറയാനായിട്ട്. അപ്പോൾ ഇത് ഇതിൽ നമുക്ക് എന്താ പറയുക, മോട്ടോ ഡിസ്പ്ലേയും വരുന്നുണ്ട് കണ്ടോ. നമ്മുടെ മോൾ ഡിസ്പ്ലേയിലൊക്കെ വരുന്ന ഫീച്ചർ മോട്ടോ ഡിസ്പ്ലേ, അതും കൊള്ളാട്ടാ. രക്ഷയില്ല. ഇതൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ ഐഫോൺ ഇതെവിടെ കിടക്കുന്നു പകുതി ഫീച്ചർ പോലും ഇല്ല ഇതിൽ. അയ്യോ, രക്ഷയില്ല. ലൂട്ട് ചെയ്ത് ആപ്പിൾ ബെസ്റ്റ് സെല്ലിംഗ് ഡിവൈസ് ഇന്ത്യയിലത്തെ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു 15,000 താഴെ ഒരു ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് മോട്ടോ G62 കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.